ജോസ് പ്രകാശേ, താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. യജമാനന്റെ പോക്കറ്റിലെ വളർത്തുപൂച്ചയാണ് CPI എന്ന് പറയുന്നത് എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഇവിടെ പറഞ്ഞത്, CPMന്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ചില പൂച്ചകളെ വളർത്താറുണ്ട്. നമ്മുടെ സ്വീകരണ മുറിയിലെ അതിഥികൾക്കായി വെച്ചിട്ടുള്ള വലിയ വില കൂടിയ കസേരകളിലൊക്കെ ഈ പൂച്ച വന്ന് വിശ്രമിക്കാറുണ്ട്. ആ പൂച്ച ഗ്രഹനാഥനോടൊപ്പം കിടപ്പുമുറിയിലും പലപ്പോഴും കിടക്കാറുണ്ട്. നല്ല ഭക്ഷണം, ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം, വില കൂടിയ കാറ്റ് ഫുഡൊക്കെ മേടിച്ച് ഈ പൂച്ചകൾക്ക് കൊടുത്ത് വളർത്താറുണ്ട്. വലിയ വാത്സല്യത്തോടെ പൂച്ചയെ നാം തലോടാറുണ്ട്, കരുതാറുണ്ട്. പക്ഷേ ഈ പൂച്ച ചിലപ്പോഴൊക്കെ തന്നെ ഗ്രഹനാഥനെ തന്നെ മാന്തുന്ന സ്വഭാവം കാണിക്കും. അത്തരത്തിലുള്ളൊരു നിലപാടാണ്. എവിടെ നിന്ന് ഈ കാറ്റ് ഫുഡ് വരുന്നു, അല്ലെങ്കിൽ അതിന് വില കൂടിയ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത് മാന്തുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അത്തരത്തിൽ ചില സ്വഭാവങ്ങളാണ് ഇപ്പോൾ CPI കാണിച്ചത് എന്നൊരു തോന്നലാണുള്ളത്. ഞാൻ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് നാളെ CPI പാർട്ടിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പങ്കെടുക്കില്ല എന്ന് കരുതുന്ന ഒരാളല്ല. ഞാൻ വലിയ ശുഭാപ്തി CPI എന്നതാണോ താങ്കൾ പറയുന്നത്? ഏതു തരത്തിലുള്ള നയവ്യതിയാനങ്ങൾ ഉണ്ടായാലും മിണ്ടാതെ കിട്ടുന്ന ബിസ്ക്കറ്റും കഴിച്ച് ഒരു മൂലക്കിരുന്നോണ്ടെന്നാണോ പറയുന്നത്? ശ്രീ ഹക്സറിന്റെ ആ ഉദാഹരണം അത് അദ്ദേഹത്തിന്റെ നിലവാരത്തെ വ്യക്തമാക്കുന്നതാണ്. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒരു ഇതുപോലെയുള്ള വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഇതുപോലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിലേക്ക് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഈ ചാനല് ഒരു മാസത്തിന് മുമ്പാണ് ശ്രീ ഹക്സറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് എങ്ങനെയായിരുന്നു വിവരിക്കുക എന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇതിൽ ആരാണ് സർ ഈ ഉറപ്പുണ്ടാകാൻ എന്തിന് ഈ 3 വർഷം എടുത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ഈ 3 വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ ഇടതു മന്ത്രിസഭ നിഷേധിച്ചു. വിമർശനം ഉന്നയിക്കുന്നതല്ല, യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിൽ നയാ പൈസയില്ല ഖജനാവിൽ. കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതല്ലേ? ഈ ആർജിച്ചതിനെ കുറിച്ചൊന്നും ഇനി പറയരുത് അഡ്വക്കേറ്റ് ഹസ്കർ. കാരണം ഇത്രയും ആർജിച്ചതുണ്ടെങ്കിൽ ഈ ഏതാനും കോടികൾക്ക് വേണ്ടി സ്വന്തം ഉഷ പദ്ധതിയുടെ പൈസ മേടിച്ചെടുത്തില്ലേ? PMC പദ്ധതി ഇപ്പൊ നടപ്പാക്കുന്നില്ലേ? NEP നടപ്പാക്കുന്നില്ലേ ഈ നാട്ടില്? ഞാൻ NEP ഒക്കെ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. PMC പദ്ധതി NEPയുടെ ഭാഗമാണല്ലോ. ആ NEPയുടെ പേരും പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ ഇവിടെ നടക്കുന്ന ഈ പൊറോട്ട നാടകം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ജോസ് പ്രകാശേ, താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. യജമാനന്റെ പോക്കറ്റിലെ വളർത്തുപൂച്ചയാണ് CPI എന്ന് പറയുന്നത് എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഇവിടെ പറഞ്ഞത്, CPMന്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പൊ ഈ വളർത്തുപൂച്ചയെ എല്ലാ കാര്യവും അറിയിക്കണമെന്നില്ല. വീട്ടിലെ എല്ലാ കാര്യവും യജമാനൻ വളർത്തുപൂച്ചയെ അറിയിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ക്യാബിനറ്റ് യോഗത്തിലൊന്നും വിളിക്കാതിരുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അതല്ല, വളർത്തുപൂച്ചയ്ക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു അന്തസ്സായ രാഷ്ട്രീയത്വം ഉണ്ടോ? ഇതിന്റെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതത്തിന്റെ ചരിത്രവും ഭാരതത്തിന്റെ പാരമ്പര്യവും ഭാരതത്തിന്റെ സംസ്കാരവും ഭാരതത്തിന്റെ ശാസ്ത്രവും പഠിപ്പിക്കാനാണ്. അത് ഞങ്ങൾ പഠിപ്പിക്കും. കാറൽ മാർക്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വീര സവർക്കറെയും പഠിപ്പിക്കും. കാറൽ മാർക്സിനെയും എംഗൽസിനെയും പഠിപ്പിക്കുമ്പോൾ ഹെഡ്ഗവാറിനെയും പഠിപ്പിക്കും. നിങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാന്നേ? മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. കോൺഗ്രസ്സുകാർക്ക് ഛത്തീസ്ഗഡിൽ ഹെഡ്ഗവാറിനെ പഠിപ്പിക്കാം, കോൺഗ്രസ്സുകാർക്ക് ഛത്തീസ്ഗഡിൽ വീര സവർക്കറെ പഠിപ്പിക്കാം, കർണാടകയിൽ പഠിപ്പിക്കാം, കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല. വേണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങൾ വേണ്ടെന്ന് വെച്ചോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് മാത്രമാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും ഇത് ഈ NEP കൊണ്ടുവരാം, PM ശ്രീ പദ്ധതിക്ക് ഒപ്പിടാം. കേരളത്തിൽ മാത്രം പറ്റില്ല. PM ഉഷ പദ്ധതി, CPI ഉന്നത വിദ്യാഭ്യാസ മേഖല,
ഈ NEP ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല. 18 പദ്ധതികൾ ഈ കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോ 18 NEPയുടെ എണ്ണി പറയാൻ ഞാൻ പറയണോ? ഈ CPIയുടെ നേതാവ് ഇവിടെ ഇരിക്കുന്നില്ലേ? ഞാൻ CPIയുടെ നേതാവിനോട് ചോദിക്കുകയാണ്, NEPയിൽ നിന്ന് പൈസ നിങ്ങൾ ഹോർട്ടിക്കൾച്ചറിന്റെ പേരിൽ അടിച്ചു മേടിച്ചിട്ടില്ലേ? NEPയുടെ പേരില് നിങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പഠനത്തില്, നിങ്ങൾ കാർഷിക മേഖലയിലെ പഠനത്തിന് NEPയിൽ നിന്ന് അതിന്റെ പൈസ മേടിച്ചിട്ടില്ലേ? 4 വർഷമല്ലേ ഇപ്പോഴത്തെ ഡിഗ്രി കോഴ്സ്? ഈ 4 വർഷമാക്കിയത് NEP അല്ലേ? 18 പ്രോജക്റ്റ് നടപ്പാക്കി കഴിഞ്ഞു കേരളത്തില്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന് പറയാ PM ശ്രീ പദ്ധതി. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, അതിന് ആരെങ്കിലും ഉത്തരം പറയട്ടെ. ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും എന്താണ് PM ശ്രീ പദ്ധതിക്കുള്ള എതിർപ്പ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? സൂപ്പർ. 10-65 വർഷം ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചല്ലേ? ഇന്ത്യക്ക് ഒരു ചരിത്രം ഉണ്ടോ? ഇന്ത്യയുടെ ചരിത്രം എഴുതിയത് ബ്രിട്ടീഷുകാരല്ലേ? ഇപ്പോഴും ചരിത്രത്തിൽ ആര്യന്മാർ മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് വന്നു, ദ്രാവിഡന്മാർ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോഴും പഠിപ്പിക്കുന്നത്? അപ്പോൾ ഭാരതമോ കൊരങ്ങന്മാർ ചാടിക്കളിച്ച് നടന്ന സ്ഥലമാണ് ഭാരതം. ഇവിടേക്ക് വിദേശികളാണ് കുടിയേറി പാർത്തത് എന്ന് കോൺഗ്രസ് പഠിപ്പിച്ചു. ഞങ്ങൾക്ക് സൗകര്യമില്ലാന്നേ. ആര്യൻ വെളിയിൽ നിന്ന് വന്നതല്ല, ദ്രാവിഡൻ വെളിയിൽ നിന്ന് വന്നതല്ല. ഇത് പഠിച്ചതിന്റെ ഫലമായിട്ടാണ് തമിഴ്നാട്ടില് പെരിയാറ് ശ്രീരാമന്റെ ചിത്രം എടുത്തിട്ട് ഇങ്ങനെ ചെരിപ്പടിച്ചു പോയത്. ആര്യന്റെ നേതാവ് രാമൻ, ദ്രാവിഡന്റെ നേതാവ് രാവണൻ. അതിനും പഠിപ്പിക്കാൻ സൗകര്യമില്ലാതെ